ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും അതുപോലെ തന്നെ അനന്തപുരിയിൽ എല്ലാവരും അറിയാണ് കേട്ടോ, നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം. അങ്ങനെ ദേവയാനിക്ക് നയനയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി വരികയാണ്. എന്നാലും അനാമിക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ദേവയാനി അനാമികയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശിനോട് ചോദിക്കുന്നുണ്ട് ദേവേനി, അതെന്താ നയനയോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുമെന്ന് നീ പറയുന്നത്? അവളും അവളുടെ കുടുംബവും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അപ്പോൾ ആദർശ് പറയാണ്, അത് നയന നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടമ്മേ, അതുകൊണ്ട് നമ്മളെല്ലാവരും എന്തെല്ലാം കൊടുത്താലും അവരോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ദേവയാനിക്ക് പിന്നെയും ഒരു സംശയം, എന്തോ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ. അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് നീ പറഞ്ഞു. എന്താ കാര്യം എന്ന് പറ ആദർശേ, സത്യം പറ, ഈ അവസ്ഥയിലെങ്കിലും എന്നോട് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് തന്നെ സംശയം തോന്നുകയാണ് കേട്ടോ, ഇനി നയനയാണോ കരൾ തന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാണ്, അമ്മേ അത് ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അമ്മ അറിയേണ്ടതാണ്, എന്നായാലും അറിയേണ്ടതാണ്. അതിൻ്റെ പേരിൽ അമ്മ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയാം. എന്താ ആദർശേ, എന്താന്ന് നീ പറ, നീ എന്നോട് ഇത്രയൊന്നും കാര്യങ്ങൾ മറച്ചു വെക്കാറില്ലല്ലോ. അപ്പോൾ ദേവയാനി ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അത് ഞാൻ അമ്മയോട് പറയാതിരുന്ന മനഃപൂർവ്വം ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. നയനയാണ് അമ്മയ്ക്ക് കരൾ തന്നത് എന്ന് പറയുമ്പം ദേവയാനി ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം ഒന്നും മിണ്ടുന്നില്ല ദേവയാനി. അപ്പം ആദർശ് പറയാണ്, അന്ന് ഇതുപോലെ കരളിനായിട്ട് അന്വേഷിച്ച് നടന്നപ്പോഴേക്കും ചേരുന്ന ഗ്രൂപ്പൊന്നും കിട്ടിയില്ല, അത്യാവശ്യമായിരുന്നു, ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. അപ്പം നയനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരുന്നത് അമ്മയുടെ ആയിരുന്നു. നയനെ അതിന് സമ്മതിക്കുകയും ചെയ്തു. നയനയുടെ ബോഡി വീക്കായതുകൊണ്ട് അത് വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ല, അമ്മയുടെ ജീവൻ രക്ഷിച്ചാൽ മതി, എനിക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നയന അതിന് മുൻകൈ എടുത്ത് പെട്ടെന്ന് തന്നെ സർജറിയൊക്കെ നടത്തുമായിരുന്നു. അതുകൊണ്ട് അമ്മയോടത് പറയാൻ പറ്റിയില്ല. പറ്റാഞ്ഞത് തന്നെയല്ല, മനഃപൂർവ്വം ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വച്ചതാണ്. ഇനിയിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയത് നിരസിച്ചാൽ പിന്നെ സർജറി നടക്കാതെ വരില്ലേ, അത് അമ്മയുടെ ജീവനെ ബാധിക്കില്ലേ, അതുകൊണ്ട് ആരോടും തന്നെ പറയാതിരിക്കുകയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് അസുഖമൊക്കെ മാറിയിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു. സർജറിക്ക് ശേഷം റെസ്റ്റ് എടുക്കാനായിട്ടാണ് നയന അവളുടെ വീട്ടിലേക്ക് പോയത്, അല്ലാതെ വെറുതെ അവളുടെ വീട്ടിൽ പോയി നിന്നതൊന്നുമല്ല. പുതിയ വീട് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട് താമസിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് ആദർശ് പറയാനാ, മുത്തശ്ശനും മുത്തശ്ശിയും ഈ കഴിഞ്ഞ ദിവസമാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അവരൊന്നും അറിയാതെ നയനയെ കാണാൻ ചെന്നതായിരുന്നു. അപ്പോഴാണ് അവർ വിവരങ്ങൾ അറിഞ്ഞത്. അതിന് പാരിതോഷികമായിട്ടാണ് അവർ ആ സ്വർണം മുത്തശ്ശി കൊണ്ട് കൊടുത്തത്. കാരണം നയന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട്, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും അവൾ സഹിക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മയോട് ഇതൊന്നും പറയേണ്ടെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുക. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ഇന്നൊന്നും മിണ്ടാനില്ല. ദേവയാനി പറയുക, നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു, എനിക്ക് അവളുടെ കരൾ വേണ്ടായിരുന്നു, ഇതിഭേദം ഞാൻ മരിച്ചു പോകുന്നതായിരുന്നു. അപ്പോഴേക്കും ആദർശ് പറയണം, അതൊക്കെ പറയാൻ എളുപ്പമാണമ്മേ, അങ്ങനൊന്നും അല്ല, നയനെ അമ്മ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അമ്മ നയനെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ ഭയങ്കരമായ വെറുപ്പുണ്ടല്ലോ, അത് മാറ്റണം. ഈ ഒറ്റ കാര്യം കൊണ്ട് മതി അത് മാറ്റാനായിട്ട്. അമ്മ ഏറ്റവും നല്ല മരുമകളായിട്ട് കാണുന്ന അനാമികയുണ്ടല്ലോ, അവൾ ഈ ബ്ലഡ് ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ തയ്യാറായില്ല. അവളുടെ അവയവങ്ങളൊന്നും ആർക്കും കൊടുക്കാൻ തയ്യാറല്ല, ഇതിനൊന്നും സാധ്യമല്ലെന്ന് തീർത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരോടും കള്ളം പറഞ്ഞ് നടക്കുകയാണ്, ഞാൻ തയ്യാറായിരുന്നു എന്ന്. അമ്മ ആളുകളെയൊക്കെ ഇനി മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയെങ്കിലും നയന തിരിച്ചെത്തുമ്പോൾ അമ്മ ഈ വെറുപ്പൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റണം, അതുമാത്രമേ അവൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാവുകയാണ്. ഇങ്ങനെ മനസ്സിൽ ദേവയാനി ചിന്തിക്കുകയാണ്, അപ്പം ഞാൻ നയനയോട് ചെയ്തതൊക്കെ തെറ്റായിപ്പോയോ? ഇനി അവൾ മനഃപൂർവ്വം എൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ? അങ്ങനെയൊന്നും ഒരാൾ ജീവൻ വെച്ച് കളിക്കില്ല. പിന്നെ ശരിക്കും ഇവരൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നന്മ അവളിൽ കാണുമായിരിക്കും. വെറുതെ ഒന്നും അച്ഛനും അമ്മയൊന്നും അവളെ സ്നേഹിക്കില്ല, അവളെ കുറ്റപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. അവർക്ക് അവൾ നയനയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് കൊണ്ടായിരിക്കും അവരവളെ കുറ്റപ്പെടുത്താത്തത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഡിസ്ചാർജായി ദേവയാനി വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും ആകപ്പാടെ ദേഷ്യത്തിലാണ് കേട്ടോ എല്ലാവരും സത്യം അറിഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ജലജയോടും ജാനകിയോടും അനാമികയോടും ഒക്കെ കാര്യം പറഞ്ഞു, നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം.
അങ്ങനെ നവ്യയും അറിഞ്ഞു. അങ്ങനെ എല്ലാവരും അനന്തപുരിയിൽ അറിയുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് ആകെപ്പാടെ വിഷമമാണ് കേട്ടോ. നയന കരള് കൊടുത്തല്ലോ, ഇനി നയനയ്ക്ക് കൂടുതൽ പാരിതോഷികങ്ങൾ കൊടുക്കുമോ, നയനയെ കൂടുതൽ സ്നേഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനിക്കാണെങ്കിലും അനാമികയോട് കുറച്ച് ദേഷ്യമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ എല്ലാവരും ജോലി ചെയ്യാണ് കേട്ടോ. അപ്പോൾ അനാമിക ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇത് രസമാണ് വല്യമ്മയെന്ന് പറയാം. അപ്പോൾ ദേവയാനി ഇത് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, ഇതാണോ അനാമിക രസം, ഇതെന്തൊരു രസമാണ്, ഇതിൻ്റെ രസം എന്ന് തന്നെ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക പറയാണ്, അല്ലെങ്കിലും വല്യമ്മയ്ക്ക് മരുമോളോടാണല്ലോ താല്പര്യം, നയന ഉണ്ടാക്കുന്നത് മാത്രമേ ഇവിടെയുള്ളവർ കഴിക്കുകയുള്ളായിരിക്കും, ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല, എപ്പോഴും നയനമോളുടെ ഭക്ഷണം നല്ലത്, നയനമോളുടെ ഭക്ഷണം നല്ലതെന്ന് പറയും. എന്നാൽ അവളെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കളയിലെ പണി ചെയ്യിക്കാൻ മേലേ, അവളെ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെയുള്ളവർ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും എല്ലാം അവർക്കല്ലേ കൊടുക്കുന്നത്. ആദ്യമേ തന്നെ വല്യമ്മ എനിക്ക് കുറച്ച് സ്വർണം തന്നപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവൾക്ക് സ്വർണം കൊടുത്തു. പിന്നെ കരൾ നൽകിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീട് സ്ഥലവും വാങ്ങിക്കൊടുക്കുന്നു, പിന്നെ 100 പവൻ്റെ സ്വർണം കൊണ്ട് കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഞാനിവിടെ എല്ലാവരും ആട്ടും തൂപ്പും കേട്ട് കിടക്കണം. അനിക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല, എല്ലാവർക്കും രുചിയുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നീ അങ്ങനെ വേലക്കാരിയാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, ഇവിടെ എല്ലാ കാര്യവും നയന തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവളില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെല്ലാം അടുക്കളയിൽ കയറിയത്. അവളുണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം അവളെ നിങ്ങൾ കുറ്റപ്പെടുത്താറുള്ളത്. എൻ്റെ മരുമകളാണ് അവളെ ഇനിയിപ്പോൾ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ജാനകി പറയാണ്, പിന്നെ അനാമിക മോള് എൻ്റെ മരുമകളാണ്, അവളും ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, നയനെപ്പോലൊന്നും ഇവിടെ കയറി വന്നവളും അല്ല. ഇപ്പം നയന കരൾ തന്നെന്ന് അറിഞ്ഞപ്പം ഏടത്തിക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ, ഏടത്തി ഇപ്പോൾ അവളെ പൊക്കി തലയിൽ വെച്ചിരിക്കുകയാണ്. അവളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ ഇപ്പോൾ വരുമ്പോൾ അറിയാം. അപ്പം ഉടനെ തന്നെ ദേവയാനി പറയാണ്, എന്താ ജാനകി നീ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവിടെ ഇങ്ങനെയൊന്നും ആരും സംസാരിക്കാറില്ലല്ലോ, ഇപ്പം ഇങ്ങനെയായി, അനാമിക വന്നതിൽ പിന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അനാമിക പറയാം, അതെന്ത് വർത്തമാനമാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് എന്താ തന്നത്, ഞാൻ വന്നതിൽ പിന്നെ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാൻ, അതിനു മുമ്പ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുക. അങ്ങനെ ഭയങ്കര വഴക്കുണ്ടാകുക. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് ദേവയാനി, നിനക്ക് ഞാനൊന്നും തന്നിട്ടില്ലേ, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മരുമകളായിട്ട് തന്നെയല്ലേ കണ്ടിരിക്കുന്നത്, ഇപ്പം നയനയോട് ഉള്ള എൻ്റെ വെറുപ്പ് മാറിയപ്പം നിനക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്, അനാമികയോടും എനിക്ക് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല. നിനക്ക് ഞാൻ അന്ന് തന്നില്ലേ കുറേ സ്വർണം, ഒരു 100 പവനോളം സ്വർണം അന്ന് തന്നായിരുന്നല്ലോ, അതൊക്കെ എവിടെയാ എന്ന് ചോദിക്കാം. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അനാമിക ആ പാടെ തപ്പുക. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ലോക്കറിൽ ഇരിപ്പുണ്ടെന്ന് അനാമിക പറയാം. ലോക്കറിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് കൊള്ളാം, ഞാൻ തന്ന ആ സ്വർണ്ണം ഇവിടെ കാണണം, അല്ലാതെ ഇവിടുന്ന് വക മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമെന്നാണ് നിൻ്റെ ഭാവമെങ്കിൽ അത് പറ്റില്ല. അനാമിക, നീ ഇപ്പോഴും ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇവിടെ മോശമായി പെരുമാറുന്നുണ്ട്. ആളുകളോട് സംസാരിക്കാനും പെരുമാറാനും ഒന്നും അനാമികയ്ക്ക് അറിയില്ല. മുത്തശ്ശനോടും മുത്തശ്ശിയോടും വരെ നീ വളരെ മോശമായിട്ടാണ് അനാമിക സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ചൂടാകുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്